ഹായ്, ഞാൻ ഇന്നലെ ആലപ്പുഴ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി നിങ്ങൾക്ക് ഈ ഒരു വഴി പരിചയപ്പെടുത്തരാന്ന്. ഇതറിയാത്ത ഒത്തിരി പേരുണ്ടാവും. ഇത് അറിയുന്നവർക്കല്ല കേട്ടോ, അറിയുന്നവർ സ്കിപ്പ് ചെയ്യാം. ഇതറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മളെ ആലപ്പുഴയിലോട്ട് പോകുമ്പോൾ എറണാകുളത്തിൻ്റെ ബോർഡറിൽ വെച്ചിട്ട് ഒരു കുമ്പളം ടോൾ വരുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു ടോളാണ്, ചെറിയ എമൗണ്ട് ഉള്ളൂ. മറ്റുള്ള പോലെ 150-200 ഇല്ല. എങ്കിലും ഇത് പോകുന്നവർക്ക് ചിലവർക്ക് ചിലപ്പം ഇത് അറിഞ്ഞൂടാതെ വരുന്നവരുണ്ടാവും. ചിലവർക്ക് ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഡബിൾ ചാർജ് കൊടുക്കേണ്ടി വരും. ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ ഡബിൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇത് കൊടുക്കാതെ നമുക്ക് എങ്ങനെ ഇത് പോവാം? ഇത് അറിയുന്നവർ ഒത്തിരി ഉണ്ടാവും കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതേ നമ്മൾ ഈ മാടവന സിഗ്നലൊക്കെ കഴിഞ്ഞ് ആ പാലം കയറി, അതായത് വൈറ്റിൽ നിന്ന് വരുമ്പോൾ മാടവനൊക്കെ കഴിഞ്ഞ് സിഗ്നലൊക്കെ കഴിഞ്ഞ് പാലം കയറി വന്ന് ഇതേ ഫസ്റ്റ് ലെഫ്റ്റാണ് കേട്ടോ. ഈ ഫസ്റ്റ് ലെഫ്റ്റ് കയറുക. നേരെ നമുക്ക് മുന്നിൽ കാണാൻ പറ്റും, ടോള് കാണാൻ പറ്റും കേട്ടോ. നേരെ ഈ ഫസ്റ്റ് സർവീസ് റോഡിന് കയറിയിട്ട് ഒരു 200-300 മീറ്റർ നേരെ മുന്നോട്ട് പോകണം കേട്ടോ. റൈറ്റ് സൈഡിൽ നമുക്ക് ആ സർവീസ് റോഡ് നേരെ മുമ്പിൽ കാണാൻ പറ്റും ടോള്. നമുക്ക് ആ ടോളിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകണം. ഒരു 200-300 മീറ്ററോളം നമുക്ക് ഈ സർവീസ് റോഡിന് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകണം കേട്ടോ. ഞാൻ ഈ പറയുന്ന റോഡേ ഇപ്പോൾ ഇൻ്റർലോക്ക് 1-2 മാസം മുമ്പ് ഇൻ്റർലോക്ക് കിട്ടിയിട്ട് സൂപ്പർ റോഡാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് കച്ചറൊന്നുമില്ല. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അൽസാജ് ഹോട്ടലാണ്. അൽസാജ് ഹോട്ടൽ കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇൻ്റർലോക്കാണ് കേട്ടോ. നമ്മുടെ തൊട്ട് മുമ്പിലായിട്ട് ടോൾ ഉണ്ടാവും. അതിനോട് ചാരി ഇതേ ലെഫ്റ്റ് സൈഡിലോട്ട് ആ കാറ് പോകുന്ന വഴിയാണ്. ഇൻ്റർലോക്ക് ഇട്ടൊരു വഴി കാണാം. ലെഫ്റ്റ് സൈഡിൽ അൽസാജ് ഹോട്ടലുണ്ട്. അത് കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് ലെഫ്റ്റ് ഇൻ്റർലോക്ക് ഇട്ട വഴി. ഇതിപ്പോൾ നമുക്ക് ഈ റോഡിന് കയറാം. ഈ റോഡിന് കയറി കഴിഞ്ഞാൽ നല്ല റോഡാണ് കേട്ടോ. ഇതാകെ മുമ്പ് ഇത് പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 2 മാസത്തോളമായി ഇതിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ കച്ചറൊന്നുമില്ല അങ്ങനെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം കേട്ടോ, ഈ റോഡിന് വലിയ ലോറികളൊക്കെ വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വരുന്നതുകൊണ്ടല്ല, ഇത് ചെറുവണ്ടിക്ക് മാത്രം അവകാശപ്പെട്ട റോഡ് എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇതിവിടെ 2-3 ചെറിയ കുഞ്ഞു വളവുകളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ വരുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ നമ്മളെ പോലെ പിക്കപ്പോ അല്ലെങ്കിൽ മറ്റേ കാറുകളോ അത് എന്തെങ്കിലുമൊക്കെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ആകെ ബ്ലോക്കാവും. പിന്നെ നാട്ടുകാർക്കും ബുദ്ധിമുട്ടാവും, വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ നിങ്ങൾ വരണ്ട, അത് ചെറുവണ്ടിക്കാർക്ക് മാത്രമുള്ള റോഡാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ചെറിയ റോഡാണ്, 2 കുഞ്ഞു വളവുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതായത് നമ്മൾ ഈ റോഡ് പിന്നെ എങ്ങോട്ട് തിരിയാനൊന്നുമില്ല കേട്ടോ. നമുക്കൊരു 3/4 കിലോമീറ്ററോളം ഇങ്ങനെ നേരെ പോകണം. നേരെ പോയത് ഇൻ്റർലോക്ക് തന്നെ പിടിച്ചാൽ മതി. ലെഫ്റ്റ് ഒന്നും നോക്കണ്ട. ഇൻ്റർലോക്ക് നേരെ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഒരു 3/4 കിലോമീറ്റർ കഴിയുമ്പോൾ ഈ റോഡ് ഇൻ്റർലോക്ക് കൂടെ അവസാനിക്കും. ഇത് ഈ കാറിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഇൻ്റർലോക്ക് അവസാനിക്കുമ്പോൾ ടാറിട്ട റോഡ് കാണാൻ പറ്റും. അവിടെ എത്തുമ്പോൾ അവിടുന്ന് നമുക്ക് റൈറ്റിലാണ് തിരിയേണ്ടത് കേട്ടോ. ഇത് ഇൻ്റർലോക്ക് കൂടെ അവസാനിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയണം. അതുവരെ നമുക്ക് എങ്ങോട്ട് തിരിയാനൊന്നുമില്ല. അതായത് തിരിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് കാണാം. പിന്നെ ഒരു സോളാർ കമ്പനി കാണാം. അത് കഴിഞ്ഞ ഉടനെ അതേ കാണുന്ന നമ്മുടെ മെയിൻ റോഡ് കാണുന്നുണ്ട്. സർവീസ് റോഡ് കയറിയ ഉടനെ പിന്നെ എങ്ങോട്ടും നോക്കാനൊന്നുമില്ല. നമുക്ക് നേരെ ആലപ്പുഴ, നേരെ ആ കാണുന്നത് നേരെ ആലപ്പുഴയിലോട്ടാണ്. നമ്മുടെ ബാക്കിലാണ് ടോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.